ഗായ്സ്, കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ വീട്ടിൽ നടക്കുന്ന കാര്യം എൻ്റെ വീട്ടിൽ നടന്നു ഗായ്സ്. പോരാളി എത്തി ഗായ്സ്, പോരാളി എത്തി ഗായ്സ്. അത് കണ്ടോ എൻ്റെ ഡോർ? ഇത് 3ാമത്തെ വാണിംഗ് കോൾ എത്തി. ഞാനിതിന് വാണിംഗ് കോളിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ എൻ്റെ പോരാളി എൻ്റെ വാതിലടിച്ച് പൊളിക്കും ഗായ്സ്. എനിക്കറിയില്ല ഗായ്സ് എന്താണെന്നറിയില്ല. ഞാൻ പുറത്ത് പോയിട്ട് ഈ ഡോറിൻ്റെ പുറത്ത് ഞാൻ പോയിട്ട് എന്ത് ഗുണം എൻ്റെ പോരാളിക്ക് കിട്ടുന്നത് എനിക്കറിയില്ല. ആ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ച പലഹാരത്തിൻ്റെ എണ്ണം കുറയും, അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കി വെച്ച കാപ്പീൻ്റെ അളവ് കുറയും. സോ ഗൈസ്, ഞാൻ എൻ്റെ പോരാളിൻ്റെ അടുത്തേക്ക് പോയി നോക്കട്ടെ ഗൈസ്. പോരാളി കമ്മിങ്. പോരാളി ഗൈസ്, ഞാൻ പോരാളിൻ്റെ അടുത്തേക്ക് പോവാണ്. ഗൈസ്, ഒരു കാര്യം പറഞ്ഞു, ഇത് എനിക്കറിയില്ല നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലൊരു പ്രത്യേക പ്രശ്നം, ഈ ഫാൻ ലൈറ്റ് കിട്ടില്ലേ. എൻ്റെ ഫാദർ, എൻ്റെ പപ്പാജി, മുപ്പരൊരു വിശ്വാസപ്രകാരം എൻ്റെ റൂമിൽ ഓടുന്ന കറണ്ട് മാത്രം യൂണിറ്റിന് ഒരു 100 രൂപ കൂടുതലാവും ഗൈസ്. വാട്ട് ക്യാൻ ഐ ഡു? ബാക്കി ഈ വീട്ടിലെ എവിടെ ലൈറ്റ് ഉണ്ടെങ്കിലും ഫാൻ ഉണ്ടെങ്കിലും അതൊക്കെ നോർമൽ റേറ്റ് സർക്കാർ പോകുന്നു. എൻ്റെ റൂമിൽ ഓടുന്ന ലൈറ്റ് യൂണിറ്റിന് 100 രൂപ അധികം എന്നിട്ട് ഫാദറിന് വിശ്വാസം ഗൈസ്. സോ ഇത് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ, ഓഫാക്കേണ്ട പോയിട്ടുണ്ടെങ്കിൽ ഗൈസ് എൻ്റെ ശവാടൊക്കെയായിരിക്കും ഇന്ന്. സോ ഗൈസ്, പോരാളിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്താ പോരാളി ഉണ്ടാക്കിയെന്ന് നോക്കട്ടെ ഗൈസ്. പോയോട്ടെ ഗൈസ്, പടയാളി എന്താ കുക്ക് ചെയ്തൊന്ന് പോയോട്ടെ ഗൈസ്. മമ്മി എന്താ ഉണ്ടാക്കി ചെന്ന്? പോയി കുളിച്ചിട്ട് വാടാ. Oh my gosh! Oh my gosh! Did you hear that? Oh god! നീട്ടുണ്ടോ? അങ്ങനെ നീട്ടണേ. ഭക്ഷണം കഴിച്ചിട്ട് വിളിച്ചാ പോരെ? കുളിച്ചിട്ട് വാ. പടയാളി ദോശ കുക്ക് ചെയ്യാണ്. 10-40 കൊല്ലത്തെ എക്സ്പീരിയൻസ്. ഞാൻ പറയടോ. ഒരു കയ്യില് മാവ് എടുക്കുക, ഒഴിക്കുക, പരത്തുക. പോരാ, റൗണ്ട് ആയിട്ടില്ല, പറ്റും. ഇതിന്റെ ദോശയാണ് നീടണേ നല്ലോണം. നെയ്യിടുന്നു, നെയ്യെടുക്കുക, അടച്ചിരിക്കുന്നത് അടിച്ചു വെച്ച് വേവാൻ. എന്താ തുറന്ന ചെവിയല്ലേ? അങ്ങനെയാ കണ്ടു ഗൈസ്. പോരാളി മകന് വേണ്ടി ഫേവറേറ്റ് ദോശ ഗൈസ്. ഏത് നിമിഷം മമ്മി കടന്നെത്തും ഗൈസ്. സാമ്പാറിനമേ യെസ് ഗൈസ്, സാമ്പാറും ഗൈസ്. നോക്കൂ സാർ, നമ്മുടെ ദോശയും സാമ്പാറും. പിന്നെ ഗൈസ്, ഇത് എൻ്റെ വീട്ടിൽ മാത്രം പേപ്പറിന് കിട്ടുന്ന എക്സ്ട്രാ വർക്കാണ് ഗൈസ്. നിങ്ങളെ വീട്ടിലുണ്ടോ അറിയില്ല. ടേബിൾ മാറ്റായിട്ടും ഞങ്ങൾ ഇടയ്ക്ക് പേപ്പർ യൂസ് ചെയ്യും. ടേബിൾ മേറ്റ് ഇല്ലായിട്ടില്ല, പക്ഷെ അത് ഗസ്റ്റ് വരുമ്പോൾ മാത്രം പുറത്ത് വരുന്ന പ്രത്യേക വസ്തുവാണ് ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ ഈ ടേബിൾ മാറ്റ്. തൽക്കാലം പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. ഉച്ചയ്ക്ക് ഓംലേറ്റ് അടിക്കാനുള്ള മുട്ട റെഡി ചെയ്തു മമ്മി. കോഴിനെ പിടിക്കൂ. എന്തെങ്കിലും മുട്ട എടുക്ക്. മുട്ട ഇട്ടുണ്ടോ? ഫുഡ് കൊടുക്കുന്നു മമ്മി വിത്ത് സുന്ദരി കോഴി. അപ്പോൾ ഓംലേറ്റ് അടിക്കാൻ തീരുമാനിച്ചതിക്ക് എന്തിനു വെറുതെ ഒന്നാക്കണം. നമ്മളടുത്ത് മുട്ടയുണ്ട് ഗൈസ്. അപ്പോൾ മുട്ടയ്ക്കൊരു ക്ഷാമം ഇല്ലാത്തത് കൊണ്ട് 2 മുട്ട നൈസായിരിക്കും എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് നല്ല വൃത്തിക്കും ക്ലീൻ ചെയ്ത്, വൃത്തിൻ്റെ അസുഖം പണ്ടേണ്ടതാണല്ലോ, അപ്പോൾ നൈസായിരിക്കും ക്ലീൻ ചെയ്ത് അതവിടെ ഒരാളെ കാത്തിക്കുന്നു. മാതാശ്രീക്ക് കൊടുത്ത് അത് അമ്മ കിട്ടിയ പാടെ തന്നെ ചടപ്പടയെന്ന് അടിച്ച് പൊട്ടിച്ച് നൈസായിട്ടാണ് എല്ലാം എടുത്ത് 2ാമത്തെ മുട്ട അടിച്ച് പൊട്ടിച്ച് മൂപ്പത്തി പറഞ്ഞത് എന്തിനാ വെറുതെ നമുക്ക് നോർമൽ ഓംലേറ്റ് ആക്കുന്നത്. എന്നൊരു കാര്യം ചെയ്യാം, ഇൻ്റർനാഷണൽ പിടിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്ത് ചെയ്ത് നൈസായിട്ട് 2 മുട്ടങ്ങ് ബീറ്റ് ചെയ്ത് അതിലേക്ക് നല്ല പിങ്ക് സാൾട്ട് കഴിച്ച്, നല്ല പിങ്ക് സാൾട്ട് കിട്ടുന്ന നൈസിനെ പതപ്പിച്ചതായിട്ട് എടുക്കുന്നത്. പതപ്പിക്കാൻ പണ്ടേ അമ്മ ബെസ്റ്റാണ്.
അമ്മ മാത്രമല്ല ഞങ്ങളെല്ലാവരും ബെസ്റ്റാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് പതപ്പിച്ചെടുത്ത് അതിലേക്ക് ഇൻ്റർനാഷണലല്ലേ കുറച്ചങ്ങോട്ട് പാലങ്ങ് ആഡ് ചെയ്ത് നല്ല വൃത്തിക്കുള്ള മിൽമാപ്പാട് ലേശം ആഡ് ചെയ്തപ്പോൾ പതപ്പിക്കലിൻ്റെ കളറങ്ങ് കൂടി ഗൈസ്. നല്ല മഞ്ഞ നിറമുള്ള മുട്ട നല്ല വൈറ്റ് കളറിലെത്തി. എന്നിട്ട് ആ അടിപൊളി ഇൻ്റർനാഷണൽ ഓംലേറ്റ് റെഡി ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ബൈ.